ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 5 വാട്ടർ ടെക്നോളജിയിലെ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡും ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡും. അതിന് മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിരുന്നു. അതായത് ക്ലോറിനേഷൻ പറഞ്ഞിരുന്നു, ബ്രേക്ക് പോയിൻ്റ് ഓഫ് ക്ലോറിനേഷൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ക്ലോറിനേഷനകത്ത് നമ്മൾ വാട്ടറിനകത്തോട്ട് ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ ഹൈപ്പോക്ലോറസ് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറയുന്ന ബാക്ടീരിയ നശിപ്പിക്കുന്നതാണ് എന്നും പറഞ്ഞല്ലേ. അതാണ് ഡിസിൻഫെക്റ്റൻ്റ് എന്നും പറഞ്ഞു അല്ലേ. ഡിസിൻഫെക്ഷൻ മെത്തേഡിനകത്താണ് ഇത് പറഞ്ഞിരുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്കിപ്പോൾ ചോദിക്കാം, നൗ ഡേയ്സ് നമ്മളിപ്പോൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ക്ലോറോ അമീൻ എന്ന് പറയുന്നത് ഒന്നുകൂടെ എഫക്റ്റീവാണ് ക്ലോറിനെക്കാട്ടിലും അല്ലേ. അല്ലെങ്കിൽ നമ്മളോട് എക്സാമിന് ചോദിക്കാവുന്നതാണ്, ക്ലോറോ അമീനാണോ അതോ ക്ലോറിനാണോ എഫക്റ്റീവായിട്ട് നമ്മൾ ഇപ്പോൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോറോ അമീനാണ്. ഓക്കെ, അതെങ്ങനെയാണ് അതിൻ്റെ റിയാക്ഷൻ എന്നുള്ളത് നോക്കാം. ദെൻ ക്ലോറിൻ, അതായത് ക്ലോറോ അമീൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ക്ലോറിൻ എന്ത് ചെയ്യുന്നു, നമ്മൾ അമോണിയയിൽ ഡിസോൾവ് ചെയ്തു അല്ലെ. അമോണിയയും ക്ലോറിനും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:1 2:1 റേഷ്യോയിൽ ക്ലോറിനും അമോണിയയും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടാണ് എന്ത്, ക്ലോറോ അമീൻ എന്ന് പറയുന്നത്. ഈ ക്ലോറോ അമീൻ എന്ന് പറയുന്നത് അതിൻ്റെ റിയാക്ഷനും പഠിക്കണം. അതായത് Cl2 + NH3 അമോണിയ, ClNH2, അതായത് ClNH2 ഫോം ചെയ്യുന്നു. ആ ClNH2 എന്ന് പറയുന്ന ക്ലോറോ അമീനാണ് പ്ലസ് HCl. ഓക്കെ, ഇനി ഈ ക്ലോറോ അമീൻ എന്ത് ചെയ്യുന്നു, നമ്മൾ വാട്ടറിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുന്നത് H2O ആണ്. വാട്ടറിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നതാണ് ഏതൊക്കെ കോമ്പൗണ്ടുകൾ, അമോണിയ പ്ലസ് HOCl എന്ന് പറയുന്ന ഹൈപ്പോക്ലോറസ് ആസിഡാണ്. ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറയുന്ന സ്ലോലി ഡീകമ്പോസ് ചെയ്യാൻ തുടങ്ങും. ഡീകമ്പോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന്, അതായത് ക്ലോറോ അമീൻ ഡീകമ്പോസ് സ്ലോലി ടു ഗീവ് നേസൻറ്റ് ഓക്സിജൻ. അതായത് ഇത് പതുക്കെ ഡീകമ്പോസ് ചെയ്യാൻ തുടങ്ങുക ചെയ്യുന്നത്. HOCl എന്ന് പറയുന്ന ഡീകമ്പോസ് ചെയ്ത് HClഉം ഓക്സിജനും കിട്ടും. ഈ ഓക്സിജനെ നമ്മൾ പറയുന്ന പേരാണ് നേസൻറ്റ് ഓക്സിജൻ എന്നാണ് പറയുന്നത്. ഈ നേസൻറ്റ് ഓക്സിജൻ എന്ന് പറയുന്നത് നല്ല ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആണ്. അതായത് നേസൻറ്റ് ഓക്സിജൻ എന്ന് പറയുന്ന ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറയുന്ന ബാക്ടീരിയ നശിപ്പിക്കാൻ കഴിവുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ക്ലോറിനെക്കാട്ടിലും നല്ല ഡിസിൻഫെക്റ്റൻ്റ് ആണ് ആരെന്ന് പറയുന്നത്, നേസൻറ്റ് ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നേസൻറ്റ് ഓക്സിജൻ എവിടെ നിന്നാണ് വരുന്നത്, ക്ലോറോ അമീൻ്റെ ഫോർമേഷനിൽ നിന്നല്ലേ വരുന്നത്. അതായത് ക്ലോറിനും അമോണിയയും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ ക്ലോറോ അമീൻ ഫോം ചെയ്യുന്നു. ക്ലോറോ അമീൻ നമ്മൾ നേരെ ഡയറക്റ്റ് വാട്ടറിലോട്ട് ആഡ് ചെയ്യുമ്പോൾ അമോണിയ പ്ലസ് HOCl ഉണ്ടാകുന്നു. HOCl എന്ന് പറയുന്നത് എന്താണ്, ഡീകമ്പോസ് ചെയ്യുന്നു. അതിനകത്ത് നേസൻറ്റ് ഓക്സിജൻ ഫോം ചെയ്യുന്നു. ആ നേസൻറ്റ് ഓക്സിജൻ ആണ് ഗുഡ് ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോറിനെക്കാട്ടിലും ഒന്നുകൂടെ എഫക്റ്റീവ് ഏതാണ്, ക്ലോറോ അമീൻ ആഡ് ചെയ്യുന്നതാണ് ഒന്നുകൂടെ എഫക്റ്റീവ്. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രേക്ക് പോയിൻ്റ് ഓഫ് ക്ലോറിനേഷൻ പഠിച്ചിരുന്നു. ആ ബ്രേക്ക് പോയിൻ്റ് ഓഫ് ക്ലോറിനേഷൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അതായത് റിമൂവ് ബാഡ് ടേസ്റ്റ്, കളർ, ഓക്സിഡൈസ് കംപ്ലീറ്റ്ലി ഓർഗാനിക് കോമ്പൗണ്ട്സ്, അമോണിയ ആൻഡ് അതർ റെഡ്യൂസിങ് ഇമ്പ്യൂരിറ്റീസ്. ബാഡ് ടേസ്റ്റിനെ റിമൂവ് ചെയ്യുന്നു, കളറിനെ റിമൂവ് ചെയ്യുന്നു അല്ലേ. അതുപോലെ തന്നെ അത് ഓക്സിഡൈസ് ചെയ്യുന്നതിനൊക്കെ ഓർഗാനിക് കോമ്പൗണ്ട്സ്, അമോണിയ, അതുപോലെ റെഡ്യൂസിങ് ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ എന്ത് ചെയ്ത് കളയുന്നു, റെഡ്യൂസ് ചെയ്ത് കളയുന്നു അല്ലേ. അതായത് ഓക്സിഡൈസ് ചെയ്ത് നശിപ്പിച്ച് കൺസ്യൂം ചെയ്ത് കളയുന്നു. ഓക്കെ, ഇനി അടുത്ത എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ്, ഡിസ്ട്രോയ് കംപ്ലീറ്റ്ലി, അതായത് ഡിസീസ് കോസിങ് ബാക്ടീരിയ എല്ലാം എന്ത് ചെയ്യുന്നു, നശിപ്പിച്ച് കളയുന്നു. ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ. ഇനി അടുത്ത ബൈ ഓസോണൈസേഷൻ, അതായത് ഡിസിൻഫെക്ഷൻ മെത്തേഡിനകത്ത് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബൈ ക്ലോറിനേഷൻ ആയിരുന്നു. ബൈ ക്ലോറിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ വാട്ടറിൻ്റെ അകത്തോട്ട് ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ ഹൈപ്പോക്ലോറസ് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറയുന്ന ബാക്ടീരിയ നശിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു. അതെന്ത് ചെയ്യുന്നു, ബാക്ടീരിയ നശിപ്പിച്ച് കളയുന്നു. അതിനകത്ത് നേസൻറ്റ് ഓക്സിജൻ പ്രൊഡക്ഷൻ മൂലമൊക്കെ ആയിരിക്കും അവിടെ എന്ത് സംഭവിക്കുന്നത്, ബാക്ടീരിയ നശിച്ചു പോകുന്നത് അല്ലേ. അതുപോലെ തന്നെ ബ്രേക്ക് പോയിൻ്റ് ഓഫ് ക്ലോറിനേഷനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, ബ്രേക്ക് പോയിൻ്റ് ഓഫ് ക്ലോറിനേഷൻ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാഫ് പറഞ്ഞു അല്ലേ. അതിനുശേഷം നമ്മൾ ബൈ യൂസിങ് ക്ലോറോ അമീൻ്റെ യൂസ് കൊണ്ടുള്ള അതിൻ്റെ നേസൻറ്റ് ഓക്സിജൻ ഫോർമേഷൻ അവിടെ ലാസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നു, ബാക്ടീരിയ നശിപ്പിച്ച് കളയുന്നു, ഡിസീസ് കോസിങ് ആയിട്ടുള്ള ബാക്ടീരിയ നശിപ്പിച്ച് കളയുന്നു. ഇനി അടുത്തത് ബൈ ഓസോണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസോൺ അല്ലേ. ഓസോൺ എന്ന് പറയുന്നത് എന്താണ്, O3 ആണ്. ഓസോൺ എന്ന് പറയുന്നത് O3. ഈ ഓസോൺ എന്ന് പറയുന്നത് പവർഫുള്ളായിട്ടുള്ള ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആണ്. ബാക്ടീരിയ നശിപ്പിക്കാൻ കഴിവുള്ള എന്താണ്, ഡിസിൻഫെക്റ്റൻ്റ് ആണ് O3 എന്ന് പറയുന്നത്. ഓക്കെ,
എന്ത് ചെയ്യുന്നു, ഇത് ഈസ് റെഡ്ലി അബ്സോർബ്ഡ് ബൈ വാട്ടർ. ഓക്കെ. ഓസോൺ ഈസ് ഹൈലി അൺസ്റ്റേബിൾ. ഓസോൺ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അൺസ്റ്റേബിൾ ആയിട്ടുള്ളതാണ്. അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഡീകമ്പോസ് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്തു പോകും. അതായത് ഇൻ ദ പ്രസൻസ് ഓഫ് സൈലൻറ്റ് ഇലക്ട്രിക് ഡിസ്ചാർജിൻ്റെ പ്രസൻസിലൊക്കെയാണ് സാധാരണ ഗതിയിൽ അവിടെ എന്ത് സംഭവിക്കുന്നത്, ഡീകമ്പോസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അവിടെ എന്ത് കിട്ടും, നേസെൻ്റ് ഓക്സിജൻ കിട്ടും. ഈ നേസെൻ്റ് ഓക്സിജൻ എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞാൽ O3 gives O2 + O. നേസെൻ്റ് ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്, പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് അല്ലേ. അതെന്ത് ചെയ്യും, ബാക്ടീരിയയെ നശിപ്പിച്ച് കളയും. ഓക്കെ. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഇത് O3 എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ല, കാരണം കോസ്റ്റ്ലിയാണ്. ആൻഡ് കനോട്ട് ബി യൂസ്ഡ് ഇൻ ദ ലാർജ് സ്കെയിൽ. നമുക്ക് ലാർജ് സ്കെയിൽ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. കാരണം എന്താ, ഇറ്റ് കനോട്ട് ബി സ്റ്റോർഡ് ഇൻ ഫോർ ലോങ് ടൈം. അതിന് നമുക്ക് കുറേ നേരത്തേക്ക് ലോങ് ടൈമിൽ നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, അത് അൺസ്റ്റേബിൾ പ്രോഡക്റ്റാണ്. അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അതിനെ നമുക്ക് കുറേ നേരത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കിത് കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലാർജ് സ്കെയിലിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലേ. അതുപോലെ തന്നെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ മുനിസിപ്പൽ വാട്ടർ ട്രീറ്റ്മെൻറ്റിനൊക്കെ സാധാരണഗതിയിൽ നമ്മൾ ഏതായിരിക്കും ഡിസിൻഫെക്ഷൻ മെത്തേഡായിരിക്കും യൂസ് ചെയ്യുന്നത്, ക്ലോറിനേഷൻ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് എക്സാമിന് ഏത് ഡിസിൻഫെക്ഷൻ മെത്തേഡാണ് നമ്മൾ മുനിസിപ്പൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള വാട്ടർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും, ക്ലോറിനേഷനാണ്. അപ്പോൾ ക്ലോറിനേഷൻ ആണെങ്കിൽ അതിൻ്റെ ക്ലോറിനേഷൻ എഴുതണം, ബ്രേക്ക് പോയിൻ്റ് ഓഫ് ക്ലോറിനേഷൻ എഴുതണം, അതിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. വേണമെങ്കിൽ നമ്മളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്ലോറാമീൻ്റെ വല്ലതും ഇതുണ്ടെങ്കിൽ വിച്ച് ഈസ് മോർ എഫക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ക്ലോറാമീനും കൂടി എഴുതുക. ഓക്കെ. ഇനി അടുത്ത ഡിസോൾഡ് ഓക്സിജൻ. ഡിസോൾഡ് ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വാട്ടറിൻ്റെ അകത്തുള്ള എമൗണ്ട് ഓഫ് ഓക്സിജനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസോൾഡ് ഓക്സിജൻ എന്ന് പറയുന്നത്. അതായത് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ അല്ലേ, ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ വാട്ടറിൻ്റെ അകത്തുള്ള എമൗണ്ട് ഓഫ് ഓക്സിജനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസോൾഡ് ഓക്സിജൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോ ടെമ്പറേച്ചറിൽ ഡിസോൾഡ് ഓക്സിജൻ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഓക്കെ. ലോ ടെമ്പറേച്ചറിൽ ഡിസോൾഡ് ഓക്സിജൻ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഈ ഡിസോൾഡ് ഓക്സിജൻ എന്ന് പറയുന്നത് നമ്മൾ ലാബിൽ ചെയ്തിട്ടുള്ളതാണ് ബൈ വിംഗ്ലേഴ്സ് മെത്തേഡ് അല്ലേ. അതായത് നമ്മൾ എന്ത് എടുക്കുന്നു, എയർ ബബിൾ ഇല്ലാതെ വാട്ടർ എടുക്കുന്നു അല്ലേ. ഇത് എക്സ്പെരിമെൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇനി ഡിസോൾഡ് ഓക്സിജൻ എന്ന് പറയുന്ന ലോ ടെമ്പറേച്ചറിൽ ഹൈ ആണ്. അതുപോലെ തന്നെ ഹെൽത്തി വാട്ടർ, സാധാരണഗതിയിലുള്ള വാട്ടർ അക്വാട്ടിക് പ്ലാന്റ്സിനും ആനിമൽസിനും ഒക്കെ സർവൈവ് ചെയ്യാൻ വേണ്ട എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ വാട്ടറിൻ്റെ അകത്ത് എമൗണ്ട് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് എത്രയാണ്, 6.5 to 8 mg/L ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ. ഇനി ഈ ഡിസോൾഡ് ഓക്സിജൻ നമ്മൾ കണ്ടുപിടിക്കുന്ന ബൈ എക്സ്പെരിമെൻ്റ് ഏത് മെത്തേഡാണ്, വിംഗ്ലേഴ്സ് മെത്തേഡാണ്. വിംഗ്ലേഴ്സ് മെത്തേഡ് വഴിയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഡിസോൾഡ് ഓക്സിജൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. ഇനി അതിൻ്റെ പ്രൊസീജിയർ, അതായത് എക്സ്പെരിമെൻറ്റ് വഴി ആ പ്രൊസീജിയറും കൂടെ പറയണം. എന്ന് വെച്ചാൽ നമുക്ക് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊസീജിയർ എക്സ്പെരിമെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം. ഇത്രയുള്ള നമ്മളിത് ലാബിൽ ചെയ്തതാണ്. അതായത് നമ്മൾ 300 ml നമ്മൾ 300 ml അല്ലെങ്കിൽ 250 ml സ്റ്റോപ്പേഡ് ബോട്ടിൽ, BOD ബോട്ടിൽ നമ്മൾ ലാബിൽ വെച്ച് ചെയ്തിട്ടുള്ള BOD ബോട്ടിൽ നമ്മൾ ടാപ്പ് വാട്ടറാണ് ഇവിടുത്തെ നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ സാമ്പിൾ വാട്ടർ എയർ ബബിൾ ഇല്ലാതെ എടുക്കുന്നു അല്ലേ. അതിനെ നമ്മൾ ലിഡ് വെച്ച് അടയ്ക്കുന്നു. അതിന് ശേഷം തുറന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ അകത്തോട്ട് നമ്മൾ 2 ml മാംഗനീസ് സൾഫേറ്റ്, അതുപോലെ തന്നെ 2 ml സോഡിയം അയോഡൈഡ് അസൈഡ് ഇത്രയും ആഡ് ചെയ്യുന്നു. ഓക്കെ. മാംഗനീസ് സൾഫേറ്റ്, 2 ml സോഡിയം അയോഡൈഡ് അസൈഡും ആഡ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നന്നായിട്ട് അതിനെ ഷേക്ക് ചെയ്യുന്നു. കുറേ നേരം ഷേക്ക് ചെയ്യുമ്പോൾ, അപ്പോൾ ഇത് അത്ര ആഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും. ഈ പ്രസിപ്പിറ്റേറ്റ് ഫുൾ ഷേക്ക് ചെയ്തുമ്പോൾ എല്ലായിടത്തും ആയതിനു ശേഷം നമ്മളൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതിനെ സെറ്റിലാക്കാൻ വെക്കുക. സെറ്റിലാക്കാൻ വെച്ച് കഴിയുമ്പോൾ ഈ ഫുൾ എമൗണ്ട് പ്രസിപ്പിറ്റേറ്റ് എന്ത് ചെയ്യും, താഴെ സെറ്റിൽ ഡൗൺ ചെയ്യും. ഓക്കെ. എന്നിട്ട് അതിനകത്തോടെ നമ്മൾ 2 ml കോൺസെൻട്രേറ്റഡ് H2SO4 എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. 2 ml കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്തായിരിക്കും, അവിടെ കുറേ നേരം ഷേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ പ്രസിപ്പിറ്റേറ്റ് ഫുൾ എന്ത് ചെയ്യും,
ഡിസോൾവ് ആയി കഴിഞ്ഞാൽ അതൊരു ക്ലിയർ ആയിട്ടുള്ള യെല്ലോ സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് ആ ബോട്ടിലിനകത്ത് കാണാൻ പറ്റുന്നത്. ഇനി ആ ക്ലിയർ ആയിട്ടുള്ള യെല്ലോ സൊല്യൂഷൻ നമ്മളൊരു 100 ml എടുക്കുക. 100 ml എടുത്തതിന് ശേഷം കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ഒഴുക്കുക. അത് മെഷറിംഗ് ജാർ വെച്ച് നമ്മൾ 100 ml എടുക്കുന്നു, കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ആഡ് ചെയ്യുന്നു. അതിൻ്റെ അകത്തോട്ട് നമ്മൾ സോഡിയം തയോസൾഫേറ്റ് നമ്മൾ 0.01 നോർമലിലുള്ള സോഡിയം തയോസൾഫേറ്റ് നമ്മൾ ബ്യൂററ്റിൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ ഇനി ടൈട്രേഷനാണ് നമുക്ക് നടക്കുന്നത്. ബ്യൂററ്റിൽ സോഡിയം തയോസൾഫേറ്റ് നിറച്ച് വെച്ചിരിക്കുന്നു. ആദ്യമേ നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ഒരു 4 ml സോഡിയം തയോസൾഫേറ്റ് ആഡ് ചെയ്യുന്നു. അതായത് ഈ യെല്ലോ കളേർഡ് സൊല്യൂഷൻ എന്നുള്ളത് പെയിൽ യെല്ലോ കളർ കുറഞ്ഞ് കിട്ടാൻ വേണ്ടി, അതായത് നമ്മൾ സ്റ്റാർച്ച് ഇൻഡിക്കേറ്ററായിട്ട് ആഡ് ചെയ്യുമ്പോൾ അവിടെ കളർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമേ ഒരു 4 ml ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ പെയിൽ യെല്ലോ കളർ ആകുന്നു. പെയിൽ യെല്ലോ കളർ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, 1 ml സ്റ്റാർച്ച് ഇൻഡിക്കേറ്ററായിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ ആ സൊല്യൂഷൻ കോണിക്കൽ ഫ്ലാസ്കിലിരിക്കുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ബ്ലൂ കളറാകും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ബ്യൂററ്റിനകത്ത് നിന്ന് ടൈട്രേഷൻ വീണ്ടും തുടങ്ങുന്നു. 4 ml തന്നെ തുടരെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. അറ്റ് ദ എൻഡ് പോയിന്റ് ആകുമ്പോഴത്തേനും ആ ബ്ലൂ കളർ എന്നുള്ളത് കളർലെസ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള സൊല്യൂഷൻ ആകും. അങ്ങനെ നമുക്ക് കൺകോർഡൻറ്റ് വാല്യൂ കിട്ടുന്നിടം വരെ ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് BOD അല്ല, ഡിസോൾഡ് ഓക്സിജൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഡിസോൾഡ് ഓക്സിജൻ കണ്ടുപിടിക്കുന്നതിനുള്ള എക്സ്പെരിമെൻറ്റിൻ്റെ പ്രൊസീജിയർ ബൈ വിംഗ്ലേഴ്സ് മെത്തേഡ്. ഓക്കെ, ഇനി അടുത്തത് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് വെച്ച് നമുക്ക് പ്രോബ്ലം എക്സാമിന് ചോദിക്കുന്നതാണ്. BODയും CODയും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കുന്നതാണ്. അതുപോലെ ഡിഫൈൻ BOD ചോദിക്കുന്നതാണ്. ബൈ എക്സ്പെരിമെൻറ്റ് ചോദിക്കുന്നതാണ്. ഇതെല്ലാം പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ BOD 5 വെച്ചുള്ള നമുക്ക് എക്സാമിന് പ്രോബ്ലം ന്യൂമറിക്കൽസ് 4 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളതാണ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നോക്കാം. അതായത് ഒരു ഇതിപ്പോൾ വാട്ടറിനകത്തെ കാര്യമാണല്ലോ പറയുന്നത്. ഒരു മൈക്രോ ഓർഗാനിസത്തിന് അതിൻ്റെ അകത്തുള്ള വാട്ടറിനകത്തുള്ള ഓർഗാനിക് മാറ്ററിനെ, ആ ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്ന അഴുക്കുകൾ അല്ലേ, ഓർഗാനിക് മാറ്ററിനെ കൺസ്യൂം ചെയ്യാനായിട്ട് വേണ്ട എമൗണ്ട് ഓഫ് ഓക്സിജനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ മൈക്രോ ഓർഗാനിസം അല്ലേ, ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ മൈക്രോ ഓർഗാനിസം ടു കൺസ്യൂം ഓർഗാനിക് മാറ്റർ അല്ലേ, ഓർഗാനിക് മാറ്റർ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ അറ്റ് certain temperature അല്ലെങ്കിൽ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ. ഓക്കെ, ഇനി അത് വായിക്കുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് represents the amount of oxygen consumed by bacteria and other microorganisms while they decomposes organic matter under aerobic conditions at a certain temperature അല്ലെങ്കിൽ specific temperature. Okay, അതുപോലെ തന്നെ ഈ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് 5 day ടെസ്റ്റ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അതായത് അതിനുള്ള ഇക്വേഷനാണ് BOD 5. BOD 5 = D1 - D2 ഇൻറ്റു വോളിയം ആഫ്റ്റർ ഡൈല്യൂഷൻ ഡിവൈഡഡ് ബൈ വോളിയം ബിഫോർ ഡൈല്യൂഷൻ. അപ്പോൾ ഇതിൻ്റെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ചെയ്യാനായിട്ട് നമുക്ക് ഡിസോൾഡ് ഓക്സിജൻ മാത്രമേ ചെയ്യാനുള്ളൂ. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കണ്ടുപിടിക്കുന്നതിനുള്ള എക്സ്പെരിമെൻറ്റും ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതുപോലെ തന്നെ 2 എന്തെടുക്കുക, സ്റ്റോപ്പേഡ് ബോട്ടിൽ എടുക്കുക. 2 സ്റ്റോപ്പേഡ് ബോട്ടിൽ എടുക്കുന്നു. 2 സ്റ്റോപ്പേഡ് ബോട്ടിൽ അല്ലേ. ഈ സ്റ്റോപ്പേഡ് ബോട്ടിൽ നമ്മൾ D1 എന്നും D2 എന്നും 2 പേര് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ലേബിൾ ചെയ്താൽ മതി D1 ഉം D2. അപ്പോൾ D1-ൻ്റെ അകത്തും D2-ൻ്റെ അകത്തും നമ്മൾ എന്തെടുക്കുകയാണ്, എയർ ബബിൾ ഇല്ലാതെ സീവേജ് വാട്ടർ എടുക്കുക. സീവേജ് വാട്ടറിൻ്റെ ഡിസോൾഡ് ഓക്സിജനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ സീവേജ് വാട്ടർ എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു 500 ml സീവേജ് വാട്ടർ അല്ലെങ്കിൽ 500 ml എന്തെടുക്കുക, നല്ല 100 ml എന്തെടുക്കുന്നു, സീവേജ് വാട്ടർ എടുക്കുന്നു. 100 ml സീവേജ് വാട്ടർ നമ്മൾ എടുത്തുകൊണ്ട് വരുന്നു, അതായത് അഴുക്കുവെള്ളം എടുക്കുന്നു. അതിൻ്റെ അകത്തോട്ട് നമ്മളൊരു 900 ml അല്ലെങ്കിൽ 1000 ml എന്ത് ആഡ് ചെയ്യുന്നു,
1000 ml എന്താ ആഡ് ചെയ്യുന്നത്? ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യുന്നു. അല്ലെ 900 ml എന്താ ആഡ് ചെയ്യുന്നു? ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യുന്നു. അപ്പോൾ അത് മൊത്തം ml എന്ന് പറയുന്ന 1000 ml ആയി അല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? 100 ml സീവേജ് വാട്ടർ എടുക്കുന്നു, 100 ml സീവേജ് വാട്ടർ എടുക്കുന്നു, അതിൻ്റെ അകത്തോട്ട് നമ്മളൊരു 900 ml ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ അതിൻ്റെ അകത്ത് എമൗണ്ട് ഓഫ് വാട്ടർ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്ന 1000 ml ആയി അല്ലേ. ഇനി ഈ 1000 ml അകത്ത് നമ്മളൊരു 300 ml D1 അകത്തോട്ടും ഒരു 300 ml D2 അകത്തോട്ടും കൊടുക്കുന്നു. അതായത് എയർ ബബിൾ ഇല്ലാതെ, അതിൻ്റെ കപ്പാസിറ്റി എത്ര ആണല്ലോ ഉള്ളത്, 300 ml വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്റ്റിൽഡ് വാട്ടർ ഡിസ്റ്റിൽഡ് വാട്ടർ ഈ മിക്സഡ് വാട്ടർ അല്ലേ, സീവേജ് വാട്ടറും ഡിസ്റ്റിൽഡ് വാട്ടറും കൂടെ കൂടിയ വാട്ടർ എന്ത് ചെയ്യുന്നു? ഈ ഇതിൻ്റെ അകത്തോട്ട് D1 D2 2 സ്റ്റോപ്പേർഡ് ബോട്ടിൽ അല്ലെങ്കിൽ BOD ബോട്ടിലിനകത്തോട്ട് നമ്മൾ എയർ ബബിൾ ഇല്ലാതെ ആഡ് ചെയ്യുന്നു. ഇനി ഈ D1 അകത്ത് നമ്മൾ അതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കുക. അതായത് ഡിസോൾഡ് ഓക്സിജൻ കണ്ടുപിടിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ 2 ml മാംഗനീസ് സൾഫേറ്റ്, 2 ml സോഡിയം അയോഡൈഡ് അസൈഡ് നന്നായിട്ട് ഇതിനെ നമ്മൾ നന്നായിട്ട് ഷേക്ക് ചെയ്യും. കുറച്ച് നേരം എന്ത് ചെയ്യും? സെറ്റിലാക്കാൻ വെക്കും. പിന്നെ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് നമ്മളൊരു 2 ml സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യും. സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തെ ഫുൾ എമൗണ്ട് കുറേ നേരം ഷേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫുൾ എമൗണ്ട് എന്ത് ചെയ്യും? ഡിസോൾവ് ആയിപ്പോൾ പിന്നെ അതൊരു ക്ലിയർ യെല്ലോ സൊല്യൂഷനായിട്ട് വരും അല്ലേ. ഇനി ഈ ക്ലിയർ യെല്ലോ സൊല്യൂഷനകത്ത് നമ്മളൊരു 100 ml എടുക്കുന്നു. അതിൻ്റെ അകത്തോട്ട് കോൺസെൻട്രേറ്റഡ് H2SO4 അല്ല 100 ml നമ്മളൊരു കോണിക്കൽ ഫ്ലാസ്കിനകത്തോട്ട് എടുക്കുന്നു അല്ലേ. ഈ കോണിക്കൽ ഫ്ലാസ്കിനകത്തോട്ട് എടുക്കുന്നു. അതേസമയം നമ്മൾ ബ്യൂററ്റ് ക്ലീൻ ആക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് സോഡിയം ഡയോ സൾഫേറ്റ് ബ്യൂററ്റിൽ ആഡ് ചെയ്യുന്നു. നമ്മൾ ടൈട്രേഷൻ കൊടുക്കുക ചെയ്താൽ. അപ്പം സോഡിയം ഡയോ സൾഫേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ഒരു 4 ml ആഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ യെല്ലോ കളർ എന്നുള്ളത് പെയിൽ യെല്ലോ കളറാകും. അതിനുശേഷം നമ്മൾ സ്റ്റാർച്ച് ഇൻഡിക്കേറ്ററായിട്ട് ആഡ് ചെയ്യും. ബ്ലൂ കളർ വരും. അറ്റ് ദ എൻഡ് പോയിൻ്റ് ആകുമ്പോൾ ബ്ലൂ കളർ കളർലെസ് ആകും. ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റഡ് അറ്റ് ദ കൺകോർഡൻറ്റ് വാല്യൂ അല്ലെങ്കിൽ ടിൽ ദ കൺകോർഡൻറ്റ് വാല്യൂ ഇറ്റ് വിൽ ഒബ്റ്റെയിൻ. ആ കൺകോർഡൻറ്റ് വാല്യൂ കിട്ടുന്നിടം വരെ, ഒരുപോലെയുള്ള വാല്യൂ കിട്ടുന്നിടം വരെ, ഇപ്പോൾ ഒരു 6 ml അല്ലെങ്കിൽ ഒരു 9 ml ആകുമ്പോഴത്തേക്കും നമ്മുടെ ബ്യൂററ്റിനകത്ത് ഒരു 9 ml ആകുമ്പോഴത്തേക്കിനും അവിടെ ബ്ലൂ കളർ എന്നുള്ളത് കളർലെസ് ആകുന്നു. അങ്ങനെ അതൊരു 9 ml എന്നുള്ളത് നമുക്ക് 2 പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ കൺകോർഡൻറ്റ് വാല്യൂ കിട്ടി. അതുപോലെ തന്നെ D2 എന്നുള്ളത് എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ തന്നെ നമ്മൾ എയർ ബബിൾ ഇല്ലാതെ വാട്ടർ എടുക്കുന്നു. പക്ഷേ എങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് അതായത് ഇൻക്യുബേറ്റഡ് ഇൻ ദ ഡാർക്ക് അറ്റ് 20 degree Celsius ഫോർ 5 days. ഒരു 5 ദിവസത്തേക്ക് നമ്മളിതിനെ ഡാർക്ക് റൂമിൽ ഒരു 20 degree Celsius നമ്മൾ ഇൻക്യുബേറ്റഡ് വെക്കുക ചെയ്യുന്നത്. ഇൻക്യുബേറ്റഡ് വെച്ച് കഴിയുമ്പോഴത്തേക്കിനും അതെന്തായിരിക്കും? അതിൻ്റെ അകത്തെ മൈക്രോ ഓർഗാനിസം എല്ലാം അതിൻ്റെ അകത്ത് വളരാൻ തുടങ്ങും അല്ലേ. മൈക്രോ ഓർഗാനിസം കൂടുതലായിട്ട് ഉണ്ടാകാൻ തുടങ്ങും. സീവേജ് വാട്ടർ ആകുമ്പോൾ അതിൻ്റെ അകത്ത് അഴുക്കുകൾ കൂടുതലായിട്ട് കാണും, അല്ലെ ഓർഗാനിക് മാറ്റർ കൂടുതലായിട്ടാണ്. ഈ മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യാൻ തുടങ്ങും? കൂടുതലായിട്ട് അതിനകത്തുള്ള ഓർഗാനിക് മാറ്ററിനെ കൺസ്യൂം ചെയ്യാൻ തുടങ്ങും. 5 ദിവസം കൊണ്ട് ഇതെന്ത് ചെയ്യും? ഓർഗാനിക് മാറ്ററിനെ കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഈ വാട്ടറിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ എന്ന് പറയുന്നതാണല്ലോ ഡിസോൾഡ് ഓക്സിജൻ. ആ ഓക്സിജൻ്റെ അളവ് എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതായത് എമൗണ്ട് ഓഫ് ഓക്സിജൻ അവിടെ ഡിക്രീസ് ചെയ്യും. അതായത് ഓർഗാനിക് മാറ്ററിനെ ആദ്യം കൺസ്യൂം ചെയ്യും. മൈക്രോ ഓർഗാനിസം കൺസ്യൂം ചെയ്യുമ്പോൾ അതിനെന്ത് ആവശ്യമാണോ? ഓക്സിജൻ ആവശ്യമാണ്. അതെന്ത് ചെയ്യും? അപ്പോൾ ഓക്സിജൻ്റെ അളവ് അവിടെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ഒരു 5 ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ എന്ത് ചെയ്യും? ഈ ടെസ്റ്റ് ചെയ്യും. അതായത് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ 2 ml മാംഗനീസ് സൾഫേറ്റ്, 2 ml സോഡിയം അയോഡൈഡ് അസൈഡ് ആഡ് ചെയ്യുന്നു, ഷേക്ക് ചെയ്യുന്നു, സെറ്റിലാകാൻ വെക്കുന്നു. കോൺസെൻട്രേറ്റഡ് H2SO4 ക്ലിയർ സൊല്യൂഷൻ, യെല്ലോ സൊല്യൂഷൻ ഉണ്ടാകുന്നു. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? കോണിക്കൽ ഫ്ലാസ്കിലോട്ട് 100 ml എടുക്കുന്നു. ടൈട്രേറ്റഡ് അഗെയിൻസ്റ്റ് സോഡിയം ഡയോ സൾഫേറ്റ് അല്ലേ, അറ്റ് 4 ml ആഡ് ചെയ്യുന്നു. സ്റ്റാർച്ച് ഇൻഡിക്കേറ്ററായിട്ട് ആഡ് ചെയ്യുന്നു. ബ്ലൂ കളർ വരുന്നു. അപ്പോൾ എന്തായിരിക്കും? അറ്റ് ദ എൻഡ് പോയിൻറ്റ് ബ്ലൂ കളർ ടൈട്രേഷൻ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. ബ്ലൂ കളർ അതായത് ബ്ലൂ കളർ കളർലെസ് ആകുമ്പോഴത്തേനും അവിടെ നമ്മൾ ടൈട്രേഷൻ നിർത്തുന്നു. കൺകോർഡൻറ്റ് വാല്യൂ കിട്ടുന്നിടം വരെ ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? BOD 5 day BOD കണ്ടുപിടിക്കുന്നത്. അതായത് D1 എന്ന് പറയുന്നത് D1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ആ ബ്യൂറത്തെ കിട്ടിയ വാല്യൂ അല്ല. ഡിസോൾഡ് ഓക്സിജൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്. അത് വെച്ച് D1 കണ്ടുപിടിക്കുന്നു. D2 അതുപോലെ തന്നെ കണ്ടുപിടിക്കുന്നു. D1 D2 കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ D1 - D2 ഇൻറ്റു വോളിയം ആഫ്റ്റർ ഡയലൂഷൻ. വോളിയം ആഫ്റ്റർ ഡയലൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ 100 ml ആണ്. വോളിയം ബിഫോർ ഡയലൂഷൻ എന്ന് പറഞ്ഞാൽ സീവേജ് വാട്ടറിൻ്റെ മാത്രമാണ്. അത് ഇത് 1000 ml ആണ്. വോളിയം ബിഫോർ ഡയലൂഷൻ 100 ml ആണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BOD കിട്ടും. ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് നമുക്ക് കിട്ടും. അത് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യനും ചോദിക്കുന്നതാണ്, പ്രോബ്ലം ചോദിക്കുന്നതാണ്, ഇത് എക്സ്പെരിമെൻറ്റ് എഴുതാനും ഒക്കെ ചോദിക്കുന്നതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ BOD ആൻഡ് COD ചോദിക്കുന്നതാണ്.
അപ്പോൾ ഇനി അടുത്ത എന്ന് പറയുന്നത് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിനകത്ത് പറയാനായിട്ടുള്ളത്, അതായത് നമ്മൾ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ ഓർഗാനിസത്തിന് വേണ്ട എമൗണ്ട് ഓഫ് ഓക്സിജൻ, എന്തിനു വേണ്ടി, ഓർഗാനിക് മാറ്ററിനെ കൺസ്യൂം ചെയ്യാൻ വേണ്ട എമൗണ്ട് ഓഫ് ഓക്സിജൻ തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് COD പറയുന്നത്. എമൗണ്ട് ഓഫ് ഓക്സിജൻ തന്നെയാണ് വേണ്ടത്, പക്ഷേങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനല്ല. അവിടെ നമുക്ക് എമൗണ്ട് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഇതിനെ ഓക്സിഡൈസ് ചെയ്ത് വിടുന്നത് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടുള്ള പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഒക്കെ വെച്ചാണ് നമ്മളിതിനെ ഓക്സിഡൈസ് ചെയ്ത് വിടുന്നത്. ആ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുന്നത് ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളതും ബയോളജിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ളതും ഉള്ള മെറ്റീരിയൽസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിഡൈസ് ചെയ്ത് വിടുന്നുണ്ട്. അതിന് വേണ്ട എമൗണ്ട് ഓഫ് ഓക്സിജൻ ആണ് എന്ത് പറയുന്നത്, COD എന്ന് പറയുന്നത്. നമ്മൾ ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് എടുക്കുന്നത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് വെച്ചുള്ള ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് 3 hour ടെസ്റ്റാണ്. 3 മണിക്കൂറിലുള്ള ടെസ്റ്റാണ് എന്ന് പറയുന്നത് CODയുടെ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതേസമയം BODയുടെ ടെസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു, 5 day ടെസ്റ്റ് ആയിരുന്നു അല്ലേ. അപ്പം COD എന്ന് പറയുന്നത് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ ദ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ബയോളജിക്കലി ആക്റ്റീവ് ആൻഡ് ബയോളജിക്കലി ഇനേർട്ട് മെറ്റീരിയൽസ് പ്രസൻറ്റ് ഇൻ 1 liter സീവേജ് വാട്ടർ യൂസിങ് കെമിക്കൽസ് ലൈക്ക് ഓക്സിഡൈസിങ് ഏജൻറ്റ് സച്ച് ആസ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഇതുപോലെ തന്നെ അതും ഈ ടെസ്റ്റ് എന്ന് പറയുന്ന 3 hour ടെസ്റ്റാണ്. അതുപോലെ തന്നെ COD കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V1 - V2 അല്ലെ, V1 - V2 ഇൻറ്റു വോളിയം അല്ല നോർമാലിറ്റി ഓഫ് അതായത് നമ്മൾ ബ്യൂററ്റിനകത്ത് ഏതാണോ, ഫെറസ് അമോണിയം സൾഫേറ്റ് ആണ് നമ്മൾ സാധാരണഗതിയിൽ ബ്യൂററ്റിനകത്ത് എടുക്കുന്നത്. ഫെറസ് അമോണിയം സൾഫേറ്റിൻ്റെ നോർമാലിറ്റി ഇൻറ്റു 8 എന്ന് പറയുന്നത് കോമൺ ആണ്, 1000 എന്ന് പറയുന്നത് കോമൺ ആണ്. അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ X എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ എത്ര എമൗണ്ട് ഓഫ് വാട്ടറാണ് നമ്മൾ സീവേജ് വാട്ടറാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള അളവാണ് ഇതെന്ന് പറയുന്നത് X എന്ന് പറയുന്നത്. V1 എന്ന് പറയുന്ന ബ്ലാങ്കിൻ്റെ വോളിയം, V2 എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ വോളിയം. അതായത് നമ്മൾ ഈ ഡിസോൾഡ് ഓക്സിജൻ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇതുപോലെ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കണ്ടുപിടിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നോൺ വോളിയം ഓഫ് സീവേജ് വാട്ടർ, ഇതുപോലെ തന്നെ സീവേജ് വാട്ടർ എടുക്കുന്നു വിച്ച് ഈസ് ട്രീറ്റഡ് വിത്ത്, അതായത് ഫിക്സഡ് വോളിയം ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മിക്സ് ചെയ്യുന്നു. അതിനുശേഷം ഡൈല്യൂട്ട് ചെയ്യുന്നു ഏതുമായിട്ട്, കുറച്ച് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് റിഫ്ലെക്സഡ് ഫോർ 2 hours, കുറച്ച് നേരത്തെ നമ്മളിതിനെ ചൂടാക്കാൻ വെക്കുന്നുണ്ട്, 2 മണിക്കൂർ. അത് കഴിയുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, തണുപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് റിയാക്ഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി AgS ഓഫ് സിൽവർ സൾഫേറ്റ് എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഈ സൊല്യൂഷൻ നമ്മൾ സോഡിയം അല്ല ഫെറസ് അമോണിയം സൾഫേറ്റുമായിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നു. ഒരു ബ്ലാങ്ക് എക്സ്പെരിമെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, അത് V1ൻ്റെ എക്സ്പെരിമെൻറ്റ്, അതുപോലെ സാമ്പിളിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ വാല്യൂ കിട്ടുന്നുണ്ട്. ഇത് രണ്ടും കൂടെ, അതായത് നമുക്ക് ഇൻഡിക്കേറ്റർ ഏതൊക്കെയാണെന്നുള്ളതൊന്നും വേണ്ട, നമുക്ക് BODയുടെ ആണ് നമുക്ക് സാധാരണഗതിയിൽ എക്സാമിന് ചോദിക്കുന്ന എക്സ്പെരിമെൻ്റ് ഒക്കെ ചോദിക്കുന്നത്. ഇതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേങ്കിൽ ഈക്വേഷൻ വെച്ചുള്ള പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനായിട്ടായിട്ടുള്ളതും ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ട എമൗണ്ട് ഓഫ് ഓക്സിജനെയാണ് നമ്മൾ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന്, അത് 2 or 3 hour ടെസ്റ്റാന്നൊക്കെ പറഞ്ഞുള്ളത് നമ്മൾ പഠിക്കണം. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ BOD ആൻഡ് COD. BODയുടെയും CODയുടെയും ഡിഫറൻസ് നമുക്ക് അല്ലെ തന്നെ അറിയാം. BOD എന്ന് പറയുന്നത് നമുക്ക് ഇതെന്താ, ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ് BOD. COD എന്ന് പറയുന്ന കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നൊന്ന് എഴുതി വെക്കാം. അതുപോലെ തന്നെ BOD എന്ന് പറയുന്നത് 5 day ടെസ്റ്റാണ്, COD എന്ന് പറയുന്നത് 3 hour ടെസ്റ്റാണ് അല്ലേ. അത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ഇനി BOD എന്താണെന്നും COD എന്താണെന്നും കൂടി എഴുതി വെച്ചാൽ നമുക്ക് ഡിഫറൻസ്, അതിൻ്റെയും ഡിഫറൻസ് എഴുതാവുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ അകത്തുള്ളത് നോക്കാം. മെഷേഴ്സ് ബയോഡീഗ്രേഡബിൾ ഓർഗാനിക്സ്. പക്ഷേങ്കിൽ മെഷേഴ്സ് ഇതിനെ പറ്റും, ബയോഡീഗ്രേഡബിൾ ആയിട്ടും പറ്റും, നോൺ ഇനേർട്ട് ആയിട്ടുള്ളതിൻ്റെ പറ്റും. ഇനി യൂസിങ് ഓക്സിഡൈസിങ് മൈക്രോ ഓർഗാനിസം. അതുപോലെ തന്നെ ഇത് പക്ഷേങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന് വേണ്ട എമൗണ്ട് ഓഫ് ഓക്സിജനാണ് നമ്മളിവിടെ പറയുന്നത്. അതേസമയം ഇതിനകത്ത് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽ ഏജൻറ്റ്, ഓക്സിഡൈസിങ് ഏജൻറ്റ് ലൈക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഒക്കെയാണ് നമ്മളിവിടെ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. അഫക്റ്റഡ് ബൈ ടോക്സിക് സബ്സ്റ്റൻസ്, അതുപോലെ തന്നെ നോട്ട് അഫക്റ്റഡ് ബൈ ടോക്സിക് സബ്സ്റ്റൻസ്. ഇതുപോലെ 5 day ഇൻക്യുബേഷനാണ്, 3 hour ഇൻക്യുബേഷനാണ്. അപ്പോൾ ഒരു 3 അല്ലെങ്കിൽ 4 നമുക്ക് BOD 4 ഡിഫറൻസ് പഠിച്ചു വെക്കുക. സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമേ പഠിച്ചതായിരുന്നു
ആദ്യമേ നമ്മൾ അല്ലേ യൂസിങ് ക്ലോറാമീനാണ് പഠിച്ചത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതെല്ലാം ഇപ്പോൾ പറഞ്ഞായിരുന്നു. ക്ലോറാമീൻ്റെ പറഞ്ഞു, ക്ലോറാമീനാണ് മോർ എഫക്റ്റീവ് എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ബൈ യൂസിങ് ഓസോണൈസേഷൻ അല്ലേ, ഓസോണിൻ്റെ, അതായത് ഓസോൺ എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ പ്രോഡക്റ്റ് ആയതുകൊണ്ട് അല്ലെ കോമ്പൗണ്ട് ആയതുകൊണ്ട് അത് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്തു പോകുന്നു. നേസൻ്റ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് ഗുഡ് ഡിസിൻഫെക്റ്റൻ്റ് ആണ്, ബാക്ടീരിയ നശിപ്പിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞതാണ് അല്ലേ. അതല്ലേ പറയാം. അത് നമ്മൾ ഡിസോൾഡ് ഓക്സിജൻ പറഞ്ഞു. ഡിസോൾഡ് ഓക്സിജൻ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഓക്സിജൻ പ്രസൻറ്റ് ഇൻ വാട്ടർ അല്ലേ. അപ്പം ഓരോ അക്വാട്ടിക് പ്ലാന്റ്സിനും ആനിമൽസിനും ഒക്കെ സർവൈവ് ചെയ്യാൻ വേണ്ട എമൗണ്ട് ഓഫ് ഓക്സിജൻ പറയുന്നത് 6.5 to 8 mg/L എന്ന് പറഞ്ഞു. അത് നമ്മൾ എക്സ്പെരിമെൻറ്റ് വഴി കണ്ടുപിടിക്കുന്ന വിംഗ്ലേഴ്സ് മെത്തേഡ് വഴിയാണെന്ന് പറഞ്ഞു. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഇക്വേഷൻ അല്ലേ, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഇക്വേഷൻ BOD5 = D1 - D2 × വോളിയം ആഫ്റ്റർ ഡൈലൂഷൻ ഡിവൈഡ് ബൈ വോളിയം ഓഫ് സാമ്പിൾ ബിഫോർ ഡൈലൂഷൻ. ഇക്വേഷൻ നമ്മൾ പഠിക്കുകയും വേണം. ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലം ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ ഇട്ടുതരാം. COD വെച്ചുള്ള COD എന്ന് പറയുന്നത് V1 - V2 × N × 8 × 1000 ഡിവൈഡഡ് ബൈ X. ഈ ഇക്വേഷൻ കാണാതെ പഠിക്കണം. ഈ ഇക്വേഷൻ പഠിക്കണം, ഈ ഇക്വേഷൻ പഠിക്കണം. ഇത് രണ്ടും എക്സാമിന് ചോദിക്കുന്നതാണ്. ഈ രണ്ടും വെച്ചുള്ള പ്രോബ്ലം ഉണ്ട്, അത് അടുത്ത ക്ലാസ് ചെയ്തു തരുന്നതാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.